പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ മാധുര്യം, ഹല്ലേലൂയ, തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ നിക്ഷേപമാണ്. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഓരോ നാളും ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. നമ്മുടെ അകത്ത് കോൺഫിഡൻസ്, നമ്മുടെ അകത്ത് ഉറപ്പ്, ധൈര്യം, പരിശുദ്ധാത്മാവ് വചനത്താണ് നമ്മുടെ അകത്ത് ഉറപ്പിച്ചത്. നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് പഠിപ്പിച്ച അനേക കാര്യങ്ങളുണ്ട്. കർത്താവ് പല കാര്യങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തലത്തിൽ പല ഉപമകളിലൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ മനോഹരമായ പല ഉപമകളുണ്ട്. മുടിയനായ പുത്രന്റെ ഉപമ, അതുപോലെ തന്നെ ദ്രഹ്മയുടെ ഉപമ, കാണാതെ പോയ ആടുകളുടെ ഉപമ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് വിത്തുകളുടെ ഉപമ. വിത്ത് വിതയ്ക്കാനായിട്ട് ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് പറയുന്നത് അത് വളരെ പ്രസക്തമായ ഒരു ഉപമയാണ്. അപ്പൊ വിത്ത് വിതയ്ക്കാനായിട്ട് വിതയ്ക്കുന്നവൻ ചെന്നപ്പോൾ അത് 4 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വീണു എന്ന നിലയിൽ നമ്മൾ വചനത്തെ കാണുന്നുണ്ട്. ഒന്ന്, അത് വഴിയരികിൽ വീണു. രണ്ടാമതായത് അത് പാറപ്പുറത്ത് വീണു. മൂന്നാമത് അത് മുള്ളിനിടയിൽ വീണു. നാലാമത് നല്ല നിലത്ത് വീണു. ഈ 4 സ്ഥലങ്ങളിൽ ആ വിത്ത് വീണു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ വിതയ്ക്കപ്പെട്ടതായ വിത്ത് ആ 4 സ്ഥലങ്ങളിൽ വിതയ്ക്കപ്പെട്ടു എങ്കിലും 4ാമത്തെ സ്ഥലത്ത് മാത്രമാണ് അത് 100% ഫലം കൊടുത്തു എന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങനെ അവിടെ കാണുമ്പോൾ തന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് 4 സ്ഥലങ്ങളെ കുറിച്ചോ 4 വ്യക്തികളെ കുറിച്ചോ പറയുന്നതല്ല. ഒരു വ്യക്തിയിൽ തന്നെയുള്ള 4 വിധത്തിലെ മനോഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഓരോ നിലയിൽ ആ വചനത്തെ സ്വീകരിക്കുന്ന മനോഭാവത്തെ കുറിച്ചാണ് ഈ വാക്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ 4 വ്യക്തികളുടെ 4 മനോഭാവം അങ്ങനല്ല. ഒരു വ്യക്തിയിൽ തന്നെയുള്ള 4 തരത്തിലുള്ള മനോഭാവത്തെ കുറിച്ചാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ ഈ വചനത്തിൽ പറയുന്നത് വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ വഴിയരികിൽ വീണു. വഴിയരികിൽ വീണത് എന്ന് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്നു, അത് ഉടമസ്ഥനില്ലാത്ത അവസ്ഥ. നമ്മൾ പലരും വചനം കേൾക്കും, പക്ഷേ അത് വചനം എന്നോടാണെന്നുള്ള മനോഭാവത്തിൽ വചനം സ്വീകരിക്കാത്തതുകൊണ്ട് പലപ്പോഴും അത് അവർക്ക് വ്യക്തിപരമായ നിലയിൽ അതിന്റെ പ്രയോജനം ഉണ്ടാകാതെ പോകുന്ന അനേകം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എപ്പോഴാണോ നമ്മുടെ വ്യക്തിപരമായ നിലയിൽ ആ കേൾക്കുന്ന വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത്, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ആ വചനം അസാധാരണമായ പ്രവൃത്തി നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പൊ അത് വചനം നമ്മുടെ വ്യക്തിപരമായ നിലയിൽ അതിനെ കാണുക, അത് എന്റേതാണെന്ന് ഏറ്റെടുക്കുക, എന്നോടാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കുക, അതിനർഹിക്കുന്ന വില കൊടുക്കുക. കർത്താവിന്റെ വചനം എന്നോട് സംസാരിക്കുമ്പോൾ ആ വചനം എന്നോടാണ് എന്ന നിലയിൽ ആത്മാർത്ഥതയോടെ അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. നമുക്കിവിടെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അടുത്തതായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അത് പാറപ്പുറത്ത് വീണു. പാറപ്പുറത്ത് വീണതിനെ കുറിച്ച് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 13ാമത്തെ അധ്യായം, അത് അതിന്റെ 5ാമത്തെ വാക്യം. ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി. ഇവിടെ നമ്മൾ വചനത്തിൽ കാണുന്നത് വിതച്ച വിത്തിൽ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത്. പാറപ്പുറത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്. ഒന്ന്, അത് മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മണ്ണിന് താഴ്ചയില്ലത്, കഠിനമായ മണ്ണല്ലാത്തതുകൊണ്ട്, പെട്ടെന്ന് മണ്ണ് ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തന്നെ വേഗം അതിന്റെ വേരുകൾ ഇറങ്ങുകയും പെട്ടെന്ന് അത് കിളിർത്തു വരികയും ചെയ്യും. എന്നാൽ അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്, അത് സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായാൽ അത് ഉണങ്ങിപ്പോയി. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, പാറപ്പുറത്ത് മണ്ണിന് താഴ്ചയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് സൂര്യൻ ഉദിച്ചാറെ ഉഷ്ണം തട്ടിയാറെ അത് വാടിപ്പോയി. നമുക്കറിയാം, നമ്മൾ ഈ പാറ, കല്ല് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ
മനുഷ്യനെ കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്ന പാറയായ ഹൃദയം എന്ന് പറയുമ്പോൾ വലിയ ഭീകരമായ പാപം ചെയ്ത് ജീവിതത്തെ നശിപ്പിക്കുന്ന വ്യക്തി, കർത്താവിനെ ധിക്കരിക്കുന്ന വ്യക്തി, ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന വ്യക്തി, ഈ നിലയിലൊക്കെയാണ് നമ്മൾ ഈ പാറ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയകാഠിന്യത്തെ കുറിച്ച് നമ്മൾ പറയും. അവൻ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു, കഠിനമായി പാപം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. അതിനൊക്കെ നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു പരിധിവരെ കുറ്റം വിധിക്കുകയും ചെയ്യും. അവർ ഭയങ്കര ഹൃദയകാഠിന്യമുള്ള മനുഷ്യരാണ്. അവരുടെ മനോഭാവം കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവര് നന്നാകാത്തത് എന്നൊക്കെ പലരും വ്യക്തികളുടെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പുറമെയുള്ള പെരുമാറ്റത്തെ വെച്ചുകൊണ്ട് ആളുകളെ വിലയിരുത്താം. എന്നാൽ പ്രിയപ്പെട്ട ഒരു ദൈവവചനത്തിൽ നമ്മൾ ശരിയാം വണ്ണം ദൈവവചനത്തെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയം കഠിനമായി തീരുന്നത് പലപ്പോഴും അവിശ്വാസത്താൽ. അവിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു വിപരീത പശ്ചാത്തലം, നെഗറ്റീവായിട്ട് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ എളുപ്പം. മനുഷ്യൻ അനുസരണമില്ലാത്തതുകൊണ്ടാണ്, അവന് അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് എന്ന് പലതരത്തിലുള്ള വാക്കുകൾ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും ഹൃദയം കഠിനമായി തീരുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ പല നാളുകൾ പ്രാർത്ഥിച്ചിട്ടും പല നാളുകൾ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, പ്രാർത്ഥനയുടെ മറുപടി വൈകുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളതുപോലെ ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ സാഹചര്യം. ചിലർ പറയുന്നത് കേൾക്കാൻ സാധിക്കുമല്ലോ, കർത്താവിനോട് കൂടുതൽ അടുത്താൽ കൂടുതൽ പ്രശ്നം, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ നിശ്ചയമായിട്ടും അങ്ങനല്ല. കർത്താവിനോട് കൂടെ വസിക്കുമ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ പുറത്തു വരിക ചെയ്യുന്നത്. കാരണം അതുവരെ പ്രശ്നങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തത്. എപ്പോഴാണോ കർത്താവിനോട് ചേർന്ന് വരുന്നത് അത് മുതൽ അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ ഹൃദയം കഠിനമായി തീരുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ വൈകും. അപ്പൊ നമുക്കറിയാം, യായിറൂസിന്റെ കുഞ്ഞിന് കഠിനമായ രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യായിറൂസ് യേശുവിന്റെ അടുക്കൽ വരുന്നത്. യേശുവിന്റെ അടുക്കൽ വന്നപ്പോ യായിറൂസ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: എന്റെ മകൾ മരണാസന്ന നിലയിലിരിക്കുക, അങ്ങ് വന്നൊന്ന് അവളുടെ ദേഹത്തൊന്ന് കൈവച്ചാൽ അവൾക്ക് സൗഖ്യം വരും. അപ്പൊ കർത്താവ് യായിറൂസിന്റെ കൂടെ നടന്നു പോകുമ്പോ യായിറൂസിന്റെ മകൾക്ക് ജീവനുണ്ട്, ആരോഗ്യമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആരോഗ്യമില്ല, രോഗമുണ്ട്, പക്ഷെ ജീവനുണ്ട്, പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ യാത്ര പോകുന്നതിന് മധ്യേ രക്തസ്രാവക്കാരി 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ വസ്ത്രത്തെ വന്ന് തൊടുകയും സൗഖ്യമാകുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്കറിയാം. അതോടുകൂടി അവിടെ അല്പം താമസം വരികയും ഭവനത്തെ നാള് വന്നിട്ട് പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, കുഞ്ഞു മരിച്ചുപോയി. അപ്പൊ ചിന്തിച്ചു നോക്കുക, യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അതിനേക്കാൾ ഇപ്പം സാഹചര്യങ്ങൾ വിഷമഘട്ടത്തിലേക്ക് മാറി. പക്ഷേ യായിറോസിന് ഒരു കാര്യം പറയും, ഞാൻ കർത്താവിനോട് പറഞ്ഞ കാര്യം, കർത്താവ് നീ വന്നൊന്ന് കൈവെക്കണമെന്ന്. യായിറോസ് ഒരു കാര്യം ചെയ്തു, ഞാൻ പറഞ്ഞത് സംഭവിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്ന് യായിറോസ് അങ്ങ് തീരുമാനിച്ചു. യേശു വന്ന് കുഞ്ഞിന്റെ മേൽ കൈവെക്കുന്നവരെ വെയിറ്റ് ചെയ്തു, കൈവച്ചു, സൗഖ്യമായി, മരിച്ചു, കുഞ്ഞു ഉയർത്തെന്നിട്ടു. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കർത്താവിനെ അനുഗമിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് മുമ്പിലത്തെക്കാളും ഒരുപക്ഷെ പ്രയാസമുള്ളതുപോലെ തോന്നുമ്പോൾ കർത്താവിന് നമ്മൾ തള്ളി പറയും, കർത്താവിന് വിരോധമായി ചിന്തിക്കും. അപ്പോ ഹൃദയം കഠിനമായി തീരും. അത് 2 രീതിയിലാണ് ഹൃദയം കഠിനമായി തീരുന്നത്. ഒന്ന്, പ്രാർത്ഥനയോടുള്ള മടുപ്പുണ്ടാകുക. ചിലര് ദൈവത്തിൽ തന്നെ അകന്നു ഹൃദയകാഠിന്യം, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ. അപ്പൊ അവിടെ ഹൃദയത്തിന്റെ കാഠിന്യം എന്ന് പറയുന്നത് നാളുകൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി വരാതിരിക്കും. അപ്പൊ അവിടെ എല്ലാം ഈ ഉപമയെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യം, കേട്ട് വിശ്വസിച്ചില്ല. അപ്പൊ ഇവിടെ ഈ പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ടതിന്റെ പ്രത്യേകത എന്തെന്നാൽ, അത് വിതച്ചു, അത് കേട്ടു, പക്ഷെ വിശ്വസിക്കാനുള്ള സാഹചര്യമില്ലാതെ. അപ്പൊ അവിടെ പാറപ്പുറത്ത് വീണ വിത്ത് അത് പെട്ടെന്ന് മുളച്ചു വന്നു, പെട്ടെന്ന് കിളിർത്തു വന്നു. പക്ഷെ അതിന് ഇവർ ഉദ്ദേശിച്ച പോലുള്ള ഫലം അവർക്ക് കാണാനായിട്ട് സാധിച്ചു. അതിന്റെ കാരണം ഇതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം കേൾക്കാറുണ്ട്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരെ, പക്ഷേ പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ സംശയത്തിന്റെ വാക്കുകൾ പറയുകയും നിരാശയുടെ വാക്ക് പറയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകി കഴിഞ്ഞിരിക്കുക. അതാണല്ലോ വചനത്തിൽ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാകും.
അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സാഹചര്യം എന്തുവാണ്, ഏത് വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യമായിക്കോട്ടെ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വാചകങ്ങളോ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ നിൽക്കുന്ന പോസ്റ്ററോ ഇതൊന്നുമല്ല ഇമ്പോർട്ടന്റ്. നിങ്ങൾ എത്രത്തോളം ദൈവത്തിലും അവന്റെ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു, അവന്റെ വാക്കിനെ വിശ്വസിക്കുന്നു, അത്രത്തോളം നിങ്ങളിൽ അത്ഭുതം സുലഭമായി നടക്കും. അപ്പൊ അത്ഭുതം നടക്കാനായിട്ട് അവിടെ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണിക്കൂറുകളുള്ള പ്രാർത്ഥനയല്ല, നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയല്ല. നമ്മിൽ വേണ്ടത് അത്ഭുതം നടക്കാനായിട്ട് നമ്മൾ വേണ്ട ഒറ്റ കാര്യം, പറഞ്ഞ വചനത്തെ, കേട്ട വചനത്തെ വിശ്വസിക്കുക എന്നതാണ്. അതാണ്. അപ്പൊ ഇവിടെ വിതയ്ക്കപ്പെട്ട വചനത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്, പാറപ്പുറത്ത് അത് വിതയ്ക്കപ്പെട്ടു, പക്ഷെ പെട്ടെന്ന് കിളിർത്തു വന്നു. പെട്ടെന്നത് കിളിർത്തു വന്നു എങ്കിലും അതിന് വേണ്ട പോലെ ഫലം അതിന് നൽകാൻ കഴിയാതെ പോയത്, ആ ചെടി ഉണങ്ങിപ്പോയതിന്റെ കാരണം അവിടെ പറയുന്നത് എങ്ങനെയാണ്, അത് വേരില്ലായിക, അത് പാറപ്പുറത്ത് ആയതുകൊണ്ട് അതിന് വേണ്ട പോലെ ഫലം കായ്ക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നാളുകൾ കാത്തിരുന്ന് മറുപടി ലഭിക്കാതെ ഹൃദയം കഠിനപ്പെട്ടു പോയവരാണ്. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ബൈബിൾ വായിച്ചു, വിശ്വാസം വിളിച്ചു പറഞ്ഞു, പല സ്ഥലങ്ങളിൽ പോയി, പല അഭിഷിക്തന്മാരെ കണ്ടു, പല കൂട്ടായ്മകളിൽ, പല ആരാധനകളിൽ കടന്നുപോയി, പല രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്ന പല സ്ഥലങ്ങളിൽ കടന്നുപോയി. എന്നിട്ടും ജീവിതത്തിൽ ഒരു അത്ഭുതം കാണാൻ കഴിഞ്ഞില്ല. നിരാശ നിങ്ങളുടെ അകത്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ ഒരു കാരണവശാലും സംശയിക്കേണ്ട. നിങ്ങളുടെ വാക്ക് പറഞ്ഞ കർത്താവ് അത് നിവർത്തിപ്പാൻ ശക്തൻ. നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ ഉപവാസമോ നിങ്ങൾ പോയ സ്ഥലങ്ങളോ ഇതൊന്നും തെറ്റായിട്ടോ പ്രയാസമായിട്ടോ അല്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നിങ്ങളിൽ ഉണ്ടാകേണ്ട കാര്യം, കർത്താവ് പറഞ്ഞ വചനത്തിലുള്ള വിശ്വാസവും ഉറപ്പുമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നത് മറന്നുപോയി. ആ അടിസ്ഥാനത്തെ മുറുകെ പിടിക്കുമ്പോൾ പിന്നെയുള്ള കാര്യങ്ങൾ താനേ നടക്കും, അത്ഭുതകരമാണ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തം മാറത്തില്ല. അവൻ വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി കാത്തിരുന്ന് നിങ്ങൾ ചില വിഷയങ്ങൾ മടുത്തിരിക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അബ്രഹാം 25 വർഷം കാത്തിരുന്നു തനിക്ക് വാഗ്ദത്ത നിവൃത്തി ഉണ്ടാകാനായിട്ട്. യോസഫ് താൻ കണ്ട ദർശനം നിറവേറാനായിട്ട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. നമുക്കറിയാം, 32 വർഷം കുളക്കരയിൽ കടന്നവൻ, അവന് പല വർഷങ്ങളായിട്ട് ആ കുളക്കരയിൽ കിടക്കുക സൗഖ്യത്തിന് വേണ്ടി. പക്ഷെ അവൻ അവിടുന്ന് മടുത്ത് വിട്ടുപോയില്ല. അവൻ സൗഖ്യം പ്രാപിച്ചിട്ടാണ് അവിടുന്ന് പോയത്. അപ്പം പ്രതിസന്ധികളെ കണ്ട് നമ്മൾ തളർന്നു പോകും. നമുക്ക് പലപ്പോഴും പ്രതിസന്ധി അല്ല യഥാർത്ഥത്തിൽ പ്രതിസന്ധികളോടുള്ള മനോഭാവമാണ് യഥാർത്ഥത്തിലെ പ്രതിസന്ധി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. യഥാർത്ഥത്തിൽ വെല്ലുവിളികളല്ല യഥാർത്ഥത്തിലെ വെല്ലുവിളി. ആ വെല്ലുവിളികളോടുള്ള നമ്മുടെ മനോഭാവമാണ് നമ്മളെ പലപ്പോഴും തോൽവിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ തോൽവി അല്ല നമ്മുടെ തകർച്ചയെ നിശ്ചയിക്കുന്നത്, നമ്മുടെ ജയമല്ല നമ്മുടെ ഉയർച്ചയെ നിശ്ചയിക്കുന്നത്. തോൽവിയോടും ജയത്തോടുമുള്ള നമ്മുടെ മനോഭാവമാണ് ഉയർച്ച താഴ്ചകളുടെ കാരണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ കണ്ട് ഉയർച്ച താഴ്ചകളുടെ കാരണം പ്രശ്നമുള്ളത് കൊണ്ട് അതൊന്നുമല്ല. നിങ്ങളുടെ സെയിം പ്രയാസമുള്ള പലരും ജീവിതത്തിൽ ജയാളികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിത വിജയം പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിജയകരമായ വിശ്വാസ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാഹചര്യങ്ങളോടുള്ള മനോഭാവത്തിലാണ് മാറ്റം വരുന്നത്. സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഇരുന്നോട്ടെ, പക്ഷെ നിങ്ങളുടെ മനോഭാവം മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നിരിക്കുമ്പോൾ ഒരു സംശയം വേണ്ട കാര്യം. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ടു. അപ്പൊ ഹൃദയത്തിന് കഠിനമായി വർഷങ്ങൾ കാത്തിരുന്നിട്ട് അത്ഭുതം നടക്കാതിരുന്ന 32 വർഷം കുളക്കരെ കിടന്നവൻ അവനത് പ്രാപിച്ചിട്ടാണ് അവിടെ പോയത്. യേശുവിനെ കാണാൻ വന്ന സക്കായി പുരുഷാരം നിമിത്തം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ സക്കായി തീരുമാനിച്ചു, ഞാൻ വന്നതാണ്, കണ്ടിട്ടേ പോത്തുള്ളൂ. അവന് സാധിക്കുന്ന പോലെ ഒരു അത്തിമരത്തിൽ വലിഞ്ഞു കയറി അവൻ കർത്താവിനെ കണ്ടു. അവിടെ ആ അത്തിമരത്തിൽ കയറി മറഞ്ഞിരുന്ന സക്കായിയെ കർത്താവ് ആ വൃക്ഷത്തോട് അടുത്ത് വന്ന്, സക്കായി ഇറങ്ങി വന്ന് എന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് സക്കായിയുടെ കൂടെ ചെന്ന് ആ വീട്ടിൽ പാർത്തു. അപ്പൊ അവിടെ സക്കായിയുടെ ജീവിതത്തിനകത്ത് വെല്ലുവിളികൾ ഉണ്ടായത് തടസ്സമായി കണ്ട് വിട്ടേച്ചു പോവുകയല്ല ചെയ്തത്. ആ വെല്ലുവിളികളുടെ നടുവിൽ അവിടെ നിന്നു ആ കാര്യം സാധിച്ചിട്ടേ അടങ്ങുമെന്ന് തീരുമാനിച്ചു. അപ്പൊ അത്ഭുതമായി.
നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളും ആയിക്കോട്ടെ, നമ്മൾ കർത്താവിനെ തിരിച്ചറിയുമ്പോൾ, കർത്താവിന്റെ നാമത്തെ, കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിയുമ്പോൾ, വെല്ലുവിളികളില്ലാത്ത ജീവിത യാത്രയായിട്ട് നിങ്ങൾ അതിനെ കാണരുത്. വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, പക്ഷെ വെല്ലുവിളികളുടെ മുമ്പിൽ ഒരിക്കലും പതറിപ്പോകാത്ത മനോഭാവമാണ് ക്രിസ്തു മുഖാന്തരം എനിക്ക് ലഭിച്ചതെന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മറക്കരുത്. അപ്പൊ അവിടെ ചിന്തിച്ചു നോക്കുക, അവിടെ വെയില്, അവിടെ ഉഷ്ണം തട്ടിയാൽ, സൂര്യൻ ഉദിച്ചു, ചൂട് തട്ടിയാറെ അത് ഉണങ്ങിപ്പോയി. ചിന്തിച്ചു നോക്കുക, ഒരു സസ്യം വളർന്നു വരാനായിട്ട്, ഒരു സസ്യം വളരാനായിട്ട് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് സൂര്യപ്രകാശം. നമുക്കറിയാം. എന്നാൽ ചില പ്ലാന്റ്സ് ഉണ്ട്, വീട്ടിനകത്ത് തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ ഫലകരമായ ഫലം നൽകുന്ന വൃക്ഷങ്ങളെല്ലാം നമ്മൾ പുറമെ അതിനെ വളർത്തിയെടുക്കുമ്പോൾ അതിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ് സൂര്യപ്രകാശം. നമുക്ക് പഠിച്ചിട്ടുള്ളവർക്കറിയാം, സൂര്യപ്രകാശം കൊണ്ടാണ് ഇലകൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്, അല്ലെ, ഭക്ഷണത്തെ ഉളവാക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂര്യന്റെ പ്രകാശമുള്ള സ്ഥലത്തേക്ക് നമുക്കറിയാം, ചില മരങ്ങളൊക്കെ നിൽക്കും, വൃക്ഷങ്ങളൊക്കെ നിൽക്കുമ്പോൾ ആ സൂര്യന്റെ പ്രകാശമുള്ള സ്ഥലത്തേക്ക് അത് ചാഞ്ഞു പോകാൻ. കാരണം ആ സൂര്യപ്രകാശത്തെ തേടി പോവുക. കാരണം ഓരോ വൃക്ഷത്തിനും സസ്യത്തിനും സൂര്യപ്രകാശം, അതിന്റെ 100% ഫലം കായ്ക്കാൻ സൂര്യന്റെ പ്രകാശം ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം, ഈ വിത്ത് വീണ അവിടെ കിളിർത്തു വന്ന വൃക്ഷത്തെ, ചെടിയോ സംബന്ധിച്ച് അവിടെ പറയുന്നത് ഗുണകരമായി വരേണ്ടതായ സൂര്യപ്രകാശം ദോഷമായി മാറുകയാണ്. ഗുണകരമായി തീരേണ്ട സൂര്യപ്രകാശം ദോഷമായിട്ട് മാറും. എന്തുകൊണ്ടാണ്? അത് അവിടെ സംഭവിച്ചൊരു കാര്യം, അതിനെ വേരില്ലാത്ത കൊണ്ട് ഗുണമായി തീരേണ്ടത് ദോഷമായിട്ട് തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് വരുന്നൊരു വലിയ പ്രശ്നമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഗുണകരമായി തീരേണ്ടതാണ്, വളരെ ഗുണകരമായി തീരണം, അല്ലെ? പ്രാർത്ഥന നല്ലതല്ലേ? ഇടപെടാതെ പ്രാർത്ഥിക്കാനല്ല വചനം പറയും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കാനാണ്. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിപ്പിനെന്ന വചനം പറയും, അല്ലെ? ഇപ്പൊ സകല പ്രാർത്ഥനയാലും, എല്ലാറ്റിനും മീതെ സകല പ്രാർത്ഥനയാലും എന്നാണ് പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്, ആത്മാവിന്റെ പോരിന്റെ ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം വരും. അപ്പൊ അവിടെ പ്രാർത്ഥന ഗുണമുള്ളതാണ്. പക്ഷെ പ്രാർത്ഥന, ആ സൂര്യപ്രകാശം, ഗുണമുണ്ടാകേണ്ട സൂര്യപ്രകാശം ആ വൃക്ഷത്തിനോ ചെടിക്കോ ദോഷമായി തീരുന്നപ്പോഴാ അതിന് വേരില്ലാതിരിക്കും. അതായത് നമ്മുടെ പ്രാർത്ഥന വേണ്ട പോലെ ഫലകരമല്ലാതെയായി തീരുന്നത് നമുക്ക് വിശ്വാസത്തിന്റെ വേരില്ലാതിരിക്കും. എപ്പോഴാണോ വിശ്വാസത്തിൽ വേരുറയ്ക്കുന്നത്, നാം വിശ്വാസത്തിൽ വേരുറയ്ക്കുമ്പോൾ ആ ചെടി ഫലകരമായി തീരും. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിന് വേരുണ്ടാവണം. എന്താണ് വേര്? വചനത്തിലുള്ള വിശ്വാസം. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളുകൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ മടുത്തു പോകരുത്. ഹല്ലേലൂയ. നിങ്ങളെ കേട്ട വചനത്തെ വീണ്ടും 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 പറയണം. വിശ്വാസത്തിൽ നിങ്ങൾ ഉറക്കണം. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പൊ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കേൾവിയാണ്, കേൾവിയുടെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ വചനമാണ്. ക്രിസ്തുവിന്റെ വചനമാണ് നിങ്ങൾ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നത്, വിശ്വാസത്തെ പണിയുന്നത്. അപ്പൊ നമുക്ക് കർത്താവിന്റെ വചനം കേട്ട് നിങ്ങളുടെ അകത്ത് ഉടഞ്ഞുപോയ അല്ലെങ്കിൽ കല്ല് പിടിച്ചു പോയ സാഹചര്യങ്ങൾ, പ്രാർത്ഥിച്ചിട്ട് നാളുകളായി മറുപടി കിട്ടാത്ത വിഷയങ്ങളെ കണ്ട് നിങ്ങൾ ആശങ്കപ്പെട്ട് മടുത്തു പോയിരിക്കുകയാണ്. നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ തളർന്നു പോകരുത്, മടുത്തു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തിക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനായിട്ട് വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് കല്ലായിരിക്കുന്ന ഹൃദയത്തെ ഉടച്ച്, അതെ, എന്തുകൊണ്ടാ? നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തതുകൊണ്ട്, ആമേൻ, രോഗം മാറാത്തതുകൊണ്ട്, വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാകാത്തതുകൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ തളർന്നു പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ തളർച്ചകൾ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതെ, വിശ്വസിക്കുക, കേൾക്കുന്ന വചനത്തെ വിശ്വസിക്കുക. ആ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ ആമേൻ മുഴുവൻ അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ എല്ലാ തകർന്ന തരിപ്പണമായ മേഖലകളെയും കർത്താവിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകളെ
അസാധാരണമായ നിലയിൽ മാറ്റിമറിക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ പതറിപ്പോകരുത്, തളർന്നു പോകരുത്. കർത്താവിലൊന്ന് വിശ്വസിച്ച് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കർത്താവിന് സാധ്യതയുണ്ട്, കർത്താവിന് കഴിയും. കർത്താവ് ശക്തന്, വചനത്തിന് ശക്തിയുണ്ട്. ഒന്ന്, പ്രാർത്ഥന നമുക്ക് പ്രയോജനമുള്ളതാണ്. പക്ഷെ വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അവസാനം നമ്മൾ പ്രാർത്ഥനയെ പരാതി പറയും. പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്, അതൊക്കെ വെറുതെ പറയുന്നതാണ്. നമുക്ക് പ്രയോജനമുള്ള ആ സൂര്യപ്രകാശം, ആ ചെടിക്ക് പ്രയോജനമുണ്ടാകേണ്ട ആ വചനം തന്നെ, അല്ലെങ്കിൽ പ്രയോജനമുണ്ടാകേണ്ട സൂര്യതാപം തന്നെ ദോഷമായി തീർന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരേണ്ട വചനം തന്നെ, പ്രാർത്ഥന തന്നെ നമ്മൾ പിന്നീട് കുറ്റം പറയും. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ കുഞ്ഞിന് ജോലി കിട്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ കുഞ്ഞിന് രോഗസൗഖ്യമായില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അവിടെ എവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം? നമ്മൾ കേട്ട വചനത്തിൽ വിശ്വസിക്കാതെ പോയതാണ് നമ്മുടെ പ്രശ്നം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല മേഖലയിൽ വർഷങ്ങളെ തകർന്നിരിക്കുന്നവരാണ്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. പകരമായി കർത്താവിന്റെ അമിത ബലത്തിലും ഒന്ന് ശക്തിപ്പെട്ടെ നിങ്ങളുടെ അവസ്ഥകൾ മാറ്റാൻ ദൈവവചനത്തിന് കഴിയും. ഇന്നും കർത്താവ് നിങ്ങളിൽ അത്ഭുതം ചെയ്യുന്നവരാണ്. തളർന്നു പോകരുത്, പതറിപ്പോകരുത്. നിങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്തേ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് മാറ്റാനായിട്ട്, നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ കർത്താവിന് കഴിയും. പ്രാർത്ഥന നമുക്ക് പ്രയോജനമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ദൈവവചനം വായിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വളരാനായിട്ട് ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ടതും ആവശ്യമായ ഒരു ഘടകമാണ് ദൈവവചന വായന, ദൈവവചന ധ്യാനം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ദൈവവചനത്തെ അതുപോലെ തന്നെ കാണുകയും, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വാസമില്ലാതെ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നമുക്കത് പ്രയോജനമില്ലാതെ പോകും. ഉഷ്ണം, ചൂട്, സൂര്യതാപം ഒരു ചെടിക്ക് അത് ഫലം കായ്ക്കാൻ ആവശ്യമുള്ള കാര്യം. പക്ഷെ വേണ്ട പോലെ അത് ഫലം കിട്ടാതെ വരുമ്പോ, വേണ്ട പോലെ വേരുറയ്ക്കാതെ വരുമ്പോ ആ ഗുണകരമായി തീരേണ്ട സൂര്യതാപം തന്നെ ദോഷമായി തീരും. നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്നത്. പക്ഷേ വിശ്വാസമില്ലാതെ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കും? വിശ്വാസമില്ലാതെയുള്ള കേൾവി നമുക്ക് പ്രയോജനമില്ലാതെ പോകും. അതാണ് എബ്രായ ലേഖനത്തിൽ 4:2 പറയുന്നത്. അവർ നമ്മെ പോലെ സദ്വർത്തമാനം കേട്ടവരെങ്കിലും അവരിൽ അത് വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ നമുക്ക് ഉപകാരമായി തീരേണ്ട സൂര്യപ്രകാശം ആ ചെടിക്ക് ഉപകാരപ്പെടാതെ പോകാൻ കാരണം വേരില്ലാത്തതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവവചനം നമുക്ക് പ്രയോജനമുള്ളതാണ്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പണിയാൻ ശക്തിയുള്ളത്. പക്ഷേ വേരില്ലായികയാൽ, വചനത്തിൽ നമുക്ക് വിശ്വാസത്തിന്റെ ഉറപ്പില്ലായികയാൽ അത് വേണ്ടതുപോലെ ഫലം കായ്ക്കാതായി തീരുക. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ തകർന്നവരോ ചോദ്യം ചെയ്യപ്പെട്ടവരോ ക്ഷീണിതരോ ആയി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ ആമേൻ ദൈവവചനത്തിലെ വിശ്വാസത്താൽ സാധ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ഈ ആത്മീയമായുള്ള പല കാര്യങ്ങളും, ദൈവവചനമാകട്ടെ, ഉപവാസമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ഇങ്ങനെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്പെടേണ്ട കാര്യം, വളരെയേറെ പ്രയോജനപ്പെടേണ്ട കാര്യം. ആ ആത്മീയ ജീവിതത്തിനകത്ത് വളരെയേറെ പ്രയോജനപ്പെടേണ്ട കാര്യങ്ങളെല്ലാം വചനത്തിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസം നിങ്ങളിൽ ഇല്ലാതെ വരുമ്പോൾ പലപ്പോഴും അതിന്റെ ഫലം ലഭിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ, ആ വിതയ്ക്കപ്പെട്ട വിത്ത് അത് പാറപ്പുറത്ത് വീണതായിട്ടല്ല, നല്ല നിലത്ത് വീണതായിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്ന കഠിനമായ അവസ്ഥകൾ എടുത്തു മാറ്റിയിട്ട്, അതേ കർത്താവേ, എന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ വന്നപ്പോൾ, എനിക്കൊരു അത്ഭുതം നടക്കാതെ വന്നപ്പോൾ ഞാൻ മടുത്തു പോയിട്ടുണ്ട്, ഞാൻ പിന്മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ കർത്താവ്, ഞാനിതാ മടങ്ങി വരുന്നു, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് വരാമോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ കർത്താവ് ആമേൻ സന്നദ്ധതയോടെ നിങ്ങളുടെ സമീപം നിൽപ്പുണ്ട്. വിശ്വസിക്കാം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നതാ. കർത്താവെ, ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രയോജനപ്പെടേണ്ട ദൈവവചനം ഞങ്ങൾ പലപ്പോഴും വിശ്വാസമില്ലാതെ കേട്ടതുകൊണ്ട്, വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചതുകൊണ്ട്, വിശ്വാസമില്ലാതെ ഞങ്ങൾ അതിനെ മനസ്സിലാക്കിയതുകൊണ്ട് പലപ്പോഴും അത് പ്രയോജനമില്ലാതെ പോയിട്ടുണ്ട്. കർത്താവ്, ഹൃദയകാഠിന്യം, ജീവിതത്തിൽ പല നാളുകൾ കാത്തിരുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ,
കർത്താവെ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കാതെ, ഉപവസിച്ച കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കാതെ തളർന്നു പോയത്, ജീവിതത്തിൽ മടുത്തു പോയത്, അങ്ങനെയുള്ള അവസ്ഥകളായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കുഞ്ഞുങ്ങളുടെ ഭാവി നിമിത്തം, ജീവിതത്തിനകത്ത് വന്ന വെല്ലുവിളികൾ നിമിത്തം തളർന്നു പോയവര്, ശാരീരികമായി വന്ന രോഗങ്ങൾ നിമിത്തം ആത്മീയ ജീവിതത്തിൽ തളർന്നു പോയവര്, കർത്താവ് ഏതെങ്കിലും ജീവിത മേഖലയിൽ മടുത്തുപോയവരെന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹൃദയത്തിനകത്ത് വന്ന എല്ലാ ഭാരങ്ങളെയും കർത്താവ്യം എടുത്തു മാറ്റണമേ. ദൈവികമായ സ്വസ്ഥത കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ദൈവിക ആശ്വാസം കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. അങ്ങയുടെ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങനെ സ്വസ്ഥത കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഒരു വലിയ അത്ഭുതമാക്കി അവരെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ തലമുറകളുടെ മേല് കർത്താവ്, അവരുടെ ജീവിതത്തിൽ, അവരുടെ ഭാവിയുടെ മേല് ഒരു അനുഗ്രഹത്തിന് അടയാളമാക്കി അവരെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് കർത്താവ് ഇവിടെ ഹൃദയകാഠിന്യം മാറിപ്പോകട്ടെ. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല, അങ്ങ് മടുത്തിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ അവരെ വീണ്ടും ജീവിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ മനസ്സിലെ മടുപ്പുകൾ, മനസ്സിലെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. അവരെഴുന്നേൽക്കട്ടെ, ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ കർത്താവ്. രോഗികളായിട്ടുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. സൗഖ്യദായകമായ അവരുടെ കരം നീട്ടി അവരെ ഇപ്പോൾ തന്നെ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അസാധാരണമായ രോഗസൗഖ്യം അവരിൽ സംഭവിക്കട്ടെ, അസാധാരണമായ വിടുതൽ അവരിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ബലഹീനതകൾ മാറിപ്പോകട്ടെ, സൗഖ്യത്തിന്റെ ശക്തി അവരിൽ വെളിപ്പെടട്ടെ കർത്താവ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ വചനത്തിലുള്ള ഉറപ്പ്, കൂടെ വചനം കേൾക്കാൻ, വചനത്തിന്റെ ആഴങ്ങളെ, പൊരുളിനെ തിരിച്ചറിഞ്ഞും അതിൽ ബലപ്പെടാനായിട്ട് പരിശുദ്ധാത്മ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ദൈവവചനം ജീവനും ചൈതന്യമുള്ളത്. നിങ്ങൾ ഈ വചനം കേൾക്കുന്നതോടെ നിങ്ങളുടെ അകത്ത് അത് വലിയ വിടുതലായിത്തീരും. നിങ്ങൾ തുടർന്നും എല്ലാ ദിവസവും ഈ പ്രോഗ്രാം കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ തുടർന്നും ഈ പ്രോഗ്രാം കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ അനുഗ്രഹമായി തീരും. നിങ്ങൾ തുടർന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ചെയ്യണം. അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരും നിശ്ചയമായിട്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ദൈവകൃപയോടെ കർത്താവിന്റെ നിൽപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്ന് കേൾക്കാൻ ഞങ്ങളും ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വളരെയേറെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. പലപ്പോഴും അനേക ഫോൺ കോളുകൾ ഞങ്ങൾക്ക് വ്യക്തിപരമായ വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞു വരാറുണ്ട്. ഞങ്ങൾ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.